Hi friends, welcome to another video. Government of India 2024 ക്രിയേറ്റേഴ്സ് അവാർഡ് അനൗൺസ് ചെയ്ത ടൈമിൽ സെലിബ്രിറ്റി ക്രിയേറ്റേഴ്സ് അവാർഡ് കിട്ടിയത് അമൻ ഗുപ്തയ്ക്കാണ്. പെട്ടെന്ന് അമൻ ഗുപ്ത എന്നൊരു പേര് കേൾക്കുമ്പോൾ കാളം മനസ്സിലാകണമെന്നില്ല. 2024 അമൻ ഗുപ്തയും സമീർ മെഹ്തയും ചേർന്നാണ് ബോട്ട് ലൈഫ് സ്റ്റൈൽ ലോഞ്ച് ചെയ്യുന്നത്. ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയല്ല ഇവർ ചെയ്തത്. അമൻ ഗുപ്ത എന്ന് പറയുന്ന ബോട്ടിന്റെ കോ ഫൗണ്ടർ JBL അടക്കമുള്ള ബ്രാൻഡിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസോട് കൂടിയാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെയിമിംഗ് ഹാർഡ്വെയറും പെരിഫറൽസും സെല്ല് ചെയ്യുന്ന റെഡ് ഗിയർ എന്നൊരു ബ്രാൻഡ് സമീർ മെഹ്തയ്ക്കുമുണ്ട്. ഇനീഷ്യൽ പീരീഡിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിലും കറന്റ്ലി വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് വെയറബിൾ ബ്രാൻഡാണ് ബോട്ട്. ഒന്നാം സ്ഥാനത്ത് ആരാണെന്നല്ലേ? സാക്ഷാൽ ആപ്പിൾ. ബോട്ടിന്റെ സക്സസിന് റീസൺ ആയിട്ട് പലരും കരുതുന്നത് ബോട്ടിന്റെ ഹൈലി ഇംപ്രസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈനപ്പും കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജിയും സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റും ഒക്കെയാണ്. എങ്കിലും അവരുടെ സക്സസിന് റീസൺ ആയ 3 എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് അധികം ആരും ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2016 ജിയോ സിം ലോഞ്ച് ചെയ്യുന്നത് അല്ലേ? അതുവരെ നമ്മൾ ഡാറ്റ കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 25 MBയുടെയും 100 MBയുടെയും ഒക്കെ റീചാർജ് കൂപ്പൺ വാങ്ങി അത് സ്ക്രാച്ച് ചെയ്ത് അതിലൂടെയായിരുന്നു നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്തിരുന്നത്. അഫോർഡബിൾ ഇന്റർനെറ്റ് നമുക്കും അവൈലബിൾ ആയതോടുകൂടി അതിലൂടെ നമ്മൾ ഓൺലൈൻ സ്ട്രീമിങ്ങും ഓൺലൈൻ ഷോപ്പിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ബോട്ടിന്റെ ഗ്രോത്തിന് വലിയൊരു ഫാക്ടറായിട്ട് എക്സ്പേർട്സ് പറയുന്നുണ്ട്. ബോട്ടിന്റെ തന്നെ വൺ ഓഫ് ദ മെയിൻ കോമ്പറ്റീറ്റർ ആയ ആപ്പിളിന്റെ ഒരു എയർപോർട്ട് ലോഞ്ച് എങ്ങനെയാണ് ബോട്ടിന്റെ ഗ്രോത്തിന് സഹായിച്ചതെന്നല്ലേ? എ ട്രൂലി വയർലെസ് എക്സ്പീരിയൻസ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പിളിന്റെ എയർപോർട്സിലൂടെയാണ്. അൾട്രാ പ്രീമിയം സെഗ്മെന്റിലായിരുന്നു ആപ്പിൾ എയർപോർട്സ് സെല്ല് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ JBLന്റെ ഹെഡ്ഫോൺസ് ആയിരുന്നു പ്രീമിയം സെഗ്മെന്റിൽ സെല്ല് ചെയ്യപ്പെട്ടിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ബോട്ട് എക്കണോമിക്കും അഫോർഡബിളുമായ ഹെഡ്ഫോൺസ് ലോഞ്ച് ചെയ്തു. ഏതാണ്ട് ഈ ഒരു ടൈമിൽ തന്നെയാണ് ആപ്പിൾ അടക്കമുള്ള ഫോൺ കമ്പനികൾ അവരുടെ ഫോണിന്റെ കൂടെ ഹെഡ്ഫോൺസ് ഷിപ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത്. അഥവാ ഹെഡ്ഫോൺസ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പൂർ ക്വാളിറ്റി ഹെഡ്സെറ്റ്സ് ആയിരുന്നു. ജിയോ സിമ്മിന്റെ ലോഞ്ചോടുകൂടി ഹൈലി ഇന്റർനെറ്റ് പെനിട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ മാർക്കറ്റിൽ ഓൺലൈൻ സ്ട്രീമിങ്ങും യൂട്യൂബ് പോലെയുള്ള വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിന്റെയും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഡിസ്നി തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസിന്റെ പെനിട്രേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഹെഡ്സെറ്റ്സിന് നല്ല ഡിമാൻഡായിരുന്നു. 2014 ലോഞ്ച് ചെയ്ത ബോട്ട് എന്ന കമ്പനിയുടെ 2023 ഓവറോൾ സെയിൽ എന്ന് പറയുന്നത് $500 billion. 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം സാക്ഷാൽ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന നമുക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.